ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു ടൂണ മസാല ആയാലോ? ടേസ്റ്റി ആയിട്ട് ഡിന്നറിലേക്കൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന, കഴിക്കാൻ പറ്റുന്ന ഹൈ പ്രോട്ടീൻ ടൂണ മസാല. എസ്പെഷ്യലി ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ട്രൈ ചെയ്യാം. അതിൽ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിലേക്ക് എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് നമുക്കിത് ഈ ടൂണ ഉണ്ടാക്കാൻ പറ്റും. ഏറെക്കുറെ ടൂണ ഒരു 22 ഗ്രാം പ്രോട്ടീൻ ഉണ്ട് ഇതിൽ. ഓക്കെ, ഹൈ പ്രോട്ടീനാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ ഡിന്നറിൽ ആഡ് ചെയ്യാൻ പറ്റും, ലഞ്ചിലും ആഡ് ചെയ്യാൻ പറ്റും. സോ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ പാനിലേക്ക് ഒലീവ് ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു 1 ടേബിൾ സ്പൂണ് മതി, കൂടുതലൊന്നും ഉപയോഗിക്കേണ്ട. 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒനിയന് ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ജസ്റ്റ് നമ്മൾ പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തിട്ട് നിങ്ങൾ അതിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഇത് തക്കാളി ഇതൊക്കെ നിങ്ങൾ ഇതനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിവിടെ 2-3 പച്ചമുളക് എടുത്തിട്ടുള്ളത് കട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വാടുന്ന വരെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ഒരു തക്കാളി എടുത്തിട്ടുള്ളത് കട്ട് ചെയ്തിട്ട് അത് നിങ്ങൾ ആഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതും ഒന്ന് വാട്ടിയെടുക്കാം. നമുക്ക് നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അതിനുശേഷം നമ്മൾ ലീവ്സ്, കൊറിയാൻഡർ ലീവ്സ് ഉണ്ട്, കറി ലീവ്സ് ഉണ്ട്, രണ്ടും കട്ട് ചെയ്തിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് നിങ്ങൾ ആഡ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ പൊടികൾ എടുത്തു വെച്ചിട്ടുള്ള പൊടികൾ, മുളക് പൊടി ഒരു 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ മഞ്ഞൾപ്പൊടി കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. പെരിഞ്ജീരകം കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ ജീരകമല്ല, പെരിഞ്ജീരകമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതും ഒന്ന് വാട്ടിയെടുക്കണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം എടുത്തു വെച്ചുള്ള ടൂണ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് അതിലുള്ള ആ ഓയിൽ, മേലത്തെ ഓയിൽ മാത്രം ജസ്റ്റ് ഒന്ന് കളഞ്ഞിട്ട് നിങ്ങൾ ആ ടൂണ ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഒരു കുത്തൽ മാറി കിട്ടും. വൈറ്റ് മീറ്റ് ടൂണാന്ന് ഉണ്ടാവും, ഹൈ പ്രോട്ടീനാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഓൾറെഡി ഹാഫ് കുക്ക്ഡ് ആണത്. നിങ്ങൾക്കിത് കുക്ക് ചെയ്യാതെയും ഉപയോഗിക്കാൻ പറ്റുന്ന ആണ്. സോ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഒരുപാട് നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, കുറച്ച് നേരം വെച്ചാൽ മതി. അപ്പോൾ നമ്മളെ ടൂണ മസാല തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഇത് നിങ്ങൾക്ക് ചപ്പാത്തീൻ്റെ കൂടെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ റൈസിൻ്റെ കൂടെ ഉപയോഗിക്കാം. ലഞ്ച് അല്ലാന്നുണ്ടെങ്കിൽ ഡിന്നറിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോ ട്രൈ ചെയ്യാം. അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാം. ഇനിയും പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ.